ഫ്രൈഡേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ പെർഫോമൻസ് ഒരുപാട് ഹാപ്പിയാണ്, നീ നന്നായിട്ട് പെർഫോം ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് അൺഫോർച്യൂണലി നിനക്ക് ജോലി തരാൻ പറ്റത്തില്ല, ബിക്കോസ് നീ ഒരു ടെമ്പററി വിസയിലാണ്, ഇവിടെ റെസിഡൻറ്റ് അല്ലെങ്കിൽ സിറ്റിസൻസിന് മാത്രമേ പെർമനൻ്റ് ആകാൻ പറ്റത്തുള്ളൂ ഗവൺമെൻറ്റിൽ. ഞാനത് കേട്ടപ്പോൾ ഭയങ്കര ഷാറ്റർഡ് ആയി, ബിക്കോസ് മാതാവ് എനിക്കൊരു വഴി ഒരു സെറ്റാക്കി തന്നു, പക്ഷേ അതിലും എനിക്കൊരു ഫെയിലിയർ ആയി പോയെന്ന് ഓർത്ത്. അങ്ങനെ ഞാൻ എൻ്റെ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ലൈറ്റിങ്ങിലൊന്നും കൺഫേം തരാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല നിനക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്ന്. Like we can't say anything, like it's out of our control, it's out of my control. So ഞാൻ പ്രാർത്ഥിച്ചു, കുറേ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം എൻ്റെ മാനേജർ എന്നെ വിളിച്ചു പറഞ്ഞു, ആൻഡ് ഐ എം സോ സോറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ വെയിറ്റ് ചെയ്യണം, ഇവരുടെ കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ട് വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യണം, മുന്നോട്ട് എന്താ നടക്കാൻ പോകുന്നത് എനിക്കൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ഇത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. ആൻഡ് അത് കഴിഞ്ഞ് എന്താ ഒരു 10 മിനിറ്റിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വിതിൻ 10 മിനിറ്റ്സ് എൻ്റെ മാനേജർ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ആൻഡ് ഐ എം സോ സോറി ഫോർ വട്ട് എവർ ഐ ഹാവ് പുട്ട് യു ത്രൂ, ഫോർ വട്ട് എവർ our department has put you through. I want to offer you a permanent level 5 accountant job with Queensland government. അത് ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ചില്ല. കാരണം അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ അവിടെ ഓൾറെഡി 1.5 years ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് റൂൾ അനുസരിച്ച് more than a year ഞാൻ അവിടെ വർക്ക് ചെയ്താൽ എനിക്ക് എൻ്റെ കോൺട്രാക്ട് റിവ്യൂ അയക്കാം, എനിക്ക് പെർമനന്റ് ആകാം. പക്ഷേ ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞു എനിക്കാകാൻ പറ്റത്തില്ല, കാരണം നീ ഒരു ടെമ്പററി വിസയിലാണെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അവരുടെ അടുത്ത് പറയുന്നു ദാറ്റ് now you have a job, now you have a permanent job. അതൊരു പെർമനന്റ് ജോബ്, ലൈക്ക് ആർക്കും ഒരിക്കലും എന്നെ ആ ജോലി നടക്കാൻ പറ്റത്തില്ല. ആ 10 മിനിറ്റ്സ് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ പേരൻസിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ ലുക്ക് ബാക്ക് ചെയ്യുമ്പം എനിക്കറിയില്ല what I went through, that emotions what I went through. എനിക്ക് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല, കാരണം മാതാവിന് മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ള കാര്യത്തിൽ. ഓഫീസിൽ പോയപ്പോൾ വിശുദ്ധ ഉപ്പിട്ട് ഞാൻ ആ സ്ഥലത്തേക്ക് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ബൈബിൾ വായിക്കായിരുന്നു. ഞാൻ